എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചില ടോപ്പിക്ക് നമ്മൾ വായിച്ചു പോകും, പക്ഷേ മതിയായ കോൺസെൻട്രേഷൻ നമ്മൾ ചില സമയത്ത് കൊടുക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുക എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് അറ്റൻഡ് ചെയ്യാനും ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനൊരു വെറുതെ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പത്മനാഭപുരം പാലസ് ഈസ് കോൾഡ് മ്യൂറൽ പഗോഡ. അത് ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, കാരണം അതൊരു കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ഇറ്റ് ഈസ് ഇൻ കന്യാകുമാരി ഡിസ്ട്രിക്ട് ആൻഡ് ഈസ് ഓൺഡ് മെയിൻറ്റെയിൻഡ് ബൈ ഗവൺമെൻറ് ഓഫ് തമിഴ്നാടു. ഗവൺമെൻറ് ഓഫ് തമിഴ്നാടു ആണ്, കന്യാകുമാരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗവൺമെൻറ് ഓഫ് തമിഴ്നാടു ആണ് ഇത് മുഴുവനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഈ പത്മനാഭപുരം പാലസ്. ശരിയാണോ? നോക്കി നോക്കൂ. അപ്പോൾ പൊതുവേ നമുക്ക് ആദ്യത്തേത് ചിലപ്പോൾ ഈസി ആയിട്ട് കിട്ടാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചില ആൾക്കാർക്ക് ടഫായിരിക്കും. കാരണം എന്താ, കൂടുതൽ വായിക്കാത്തത് കൊണ്ടോ കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്ലാരിറ്റി, അതായത് കോൺസെപ്റ്റ് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടോ ആ ഒരു എക്സ്ട്രാ റീഡിങ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എഴുതാൻ പറ്റാത്തത്. ഇതിപ്പോൾ നമുക്ക് അറിയാവുന്നവർ കൂടുതലായിരിക്കും. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രം ശരിയെന്നാണ്, രണ്ട് തെറ്റാണ്. കാരണം ഇത് കേരള ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പത്മനാഭപുരം പാലസ് എന്ന് പറയുന്നത്. അപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത്, എപ്പോഴും വായിക്കുന്ന സമയത്ത് ഡീപ്പറായി വായിക്കാൻ ശ്രമിക്കണം. കാരണം ഇനി ഷാലോ ആയിട്ടുള്ള വായന ചില സമയത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിന് നമുക്ക് പറ്റാതെ വരും. കാരണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ കൂടുതൽ, ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ തന്നിട്ട് അതിനൊക്കെ കുറച്ചും കൂടി ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റോ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാനും മാത്രമല്ല ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് മുഴുവനായിട്ട് പഠിക്കാനും ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതെനിക്ക് തോന്നുന്നു റെലവൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്ത് പറയാൻ കാരണം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.